ഹരിത ചിന്തകൾ. ആകാശവാണി കവരത്തി. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി സാബിറ MP, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. പരിപാടിയിലേക്ക് സ്വാഗതം. മഴക്കാലത്തെ കൃഷി രീതികളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. മഴക്കാലം കൃഷിക്ക് എത്രത്തോളം പ്രധാനമാണ്? ലക്ഷദ്വീപിലെ കാർഷിക സാഹചര്യത്തിൽ മഴയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. ദ്വീപുകളിൽ സ്ഥിരമായ ശുദ്ധജല സ്രോതസ്സുകളില്ലാത്തതിനാൽ കൃഷി പ്രധാനമായും മഴയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ലക്ഷദ്വീപിൽ നദികൾ, വലിയ കുളങ്ങൾ, ജലാശയങ്ങൾ എന്നിവയില്ല. അതിനാൽ കൃഷിക്കാവശ്യമായ വെള്ളം പ്രധാനമായി ലഭിക്കുന്നത് മഴയിൽ നിന്നാണ്. മതിയായ മഴ ലഭിക്കാത്ത പക്ഷം കടൽ ജല അതിക്രമണം മൂലം ഭൂഗർഭജലം ഉപ്പുകലർന്നതാവുകയും ജലസേചനം ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. ലക്ഷദ്വീപിലെ പ്രധാന കൃഷിയാണ് തെങ്ങ്. മതിയായ മഴ മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നു, കായ്ഫലവും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നു. മഴക്കുറവ് തേങ്ങയുടെ ഉൽപ്പാദനത്തെ ഗണ്യമായി ബാധിക്കും. ലക്ഷദ്വീപിൽ അടുത്തിടെ അടുക്കളത്തോട്ടങ്ങൾ, ന്യൂട്രി ഗാർഡൻ, സംരക്ഷിത കൃഷി, പച്ചക്കറി സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഇവയ്ക്ക് സ്ഥിരമായ ജലലഭ്യത ആവശ്യമാണ്. ദ്വീപുകളുടെ മണൽ സ്വഭാവമുള്ള കോറൽ മണ്ണിന് ജലസംഭരണ ശേഷി കുറവാണ്. മഴവെള്ളം ഭൂഗർഭജല ശുദ്ധജല ശേഖരണങ്ങളെ പുനർനിറവേറ്റുന്നു. ഇത് ജലസേചനം, ഗാർഹിക ഉപയോഗം, മൃഗസംരക്ഷണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. മഴ മണ്ണിൻ്റെ ചൂട് കുറക്കുന്നു, ഈർപ്പം നിലനിർത്തുന്നു, ജൈവവസ്തുക്കളുടെ വിഘടനത്തിന് സഹായിക്കുന്നു, മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് പ്രകൃതിക്കും കൃഷിക്കും ജൈവ കൃഷിക്കും ഏറെ പ്രാധാന്യമുള്ളതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് കർഷകർ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം? ദ്വീപിലെ കർഷകർ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. ശക്തമായ മഴ, കാറ്റ്, വെള്ളക്കെട്ട്, മണ്ണൊലിപ്പ്, ഉപ്പുവെള്ളത്തിൻ്റെ അതിക്രമണം തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കുന്നതിനും ജലസംരക്ഷണത്തിനും മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും ഇത്തരം നടപടികൾ അത്യാവശ്യമാണ്. തടസ്സപ്പെട്ട നീരൊഴുക്ക് ചാലുകളും ജലവിതരണ മാർഗങ്ങളും ശുചീകരിക്കുക. അധിക മഴവെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉറപ്പാക്കുക. പച്ചക്കറി തോട്ടങ്ങൾക്കും നഴ്സറികൾക്കും ചുറ്റും ചെറിയ നീരൊഴുക്ക് കുഴികൾ നിർമ്മിക്കുക. വീടുകളിലെ മഴവെള്ള ശേഖരണ സംവിധാനങ്ങളും ടാങ്കുകളും ശുചീകരിക്കുക. തെങ്ങോല, ചകിരി, ഉണങ്ങിയ ഇലകൾ തുടങ്ങിയവ ഉപയോഗിച്ച് മൾച്ചിങ് നടത്തുക. ഉണങ്ങിയതും രോഗബാധിതവുമായ ഓലകൾ നീക്കം ചെയ്യുക. തെങ്ങിൻ തോപ്പുകളിൽ ശുചീകരണം നടത്തുക. ജൈവവളം ആവശ്യത്തിന് നൽകുക. ചെറുതൈകൾക്ക് താങ്ങ് നൽകി ശക്തമായ കാറ്റിൽ നിന്ന് സംരക്ഷിക്കുക. കനത്ത മഴ തുടങ്ങുന്നതിന് മുമ്പ് നഴ്സറി തൈകൾ തയ്യാറാക്കുക. വേരഴുകൽ ഒഴിവാക്കാൻ ഉയർന്ന കൃഷിയിടങ്ങൾ ഒരുക്കുക. ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും മാത്രം ഉപയോഗിക്കുക. പോളി ഹൗസ്, ഷേഡ് നെറ്റ് തുടങ്ങിയവ ഉള്ളവർ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക. ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കാൻ തൂണുകളും കെട്ടുകളും ഉറപ്പിക്കുക. മഴക്കാലത്തിന് മുമ്പ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, ബയോ ഫെർട്ടിലൈസർ എന്നിവ ഉപയോഗിക്കുക. കീടബാധിത സസ്യഭാഗങ്ങൾ നീക്കം ചെയ്യുക. ജൈവ കീടനാശിനികളും സസ്യസംരക്ഷണ വസ്തുക്കളും തയ്യാറാക്കി സൂക്ഷിക്കുക. ദ്വീപിലെ സാഹചര്യത്തിൽ ഈ നടപടികൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം ദ്വീപുകളിൽ ശക്തമായ മൺസൂൺ മഴ ലഭിക്കുന്നു. മണൽ സ്വഭാവമുള്ള മണ്ണ് എളുപ്പത്തിൽ മണ്ണൊലിപ്പിന് വിധേയമാകുന്നു. ശുദ്ധജല ലഭ്യത മഴയെ ആശ്രയിച്ചിരിക്കുന്നു. ശക്തമായ കാറ്റും ചുഴലിക്കാറ്റുകളും കൃഷിനാശത്തിനിടയാക്കാം. പരിമിതമായ ഭൂമിയിലാണ് കൃഷി നടത്തുന്നത്. അതുകൊണ്ട് മൺസൂൺ മുമ്പുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ കൃഷി നാശം കുറയ്ക്കാനും ജലസംരക്ഷണം ഉറപ്പാക്കാനും സ്ഥിരമായുള്ള കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായകരമാണ്. ഇനി മൺസൂൺ കാലത്ത് എന്തൊക്കെ കൃഷി സാധ്യതകളാണ് നമുക്കുള്ളതെന്ന് പറയാമോ? നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം. മൺസൂൺ കാലം ഇനി പറയുന്ന കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാവുന്ന പച്ചക്കറികൾക്ക് അനുയോജ്യമാണ്. പയറ്, വെണ്ട, മുളക്, വഴുതിന, കുക്കുർബിറ്റ്സ്, പാവക്ക, വെള്ളരി തുടങ്ങിയവ, ചീരയും മറ്റ് ഇലക്കറികളും എല്ലാത്തിനും മൺസൂൺ സീസൺ യോജിച്ചതാണ്. ഈ കാലത്ത് അടുക്കളത്തോട്ടങ്ങളും ന്യൂട്രി ഗാർഡനുകളും വികസിപ്പിക്കാൻ പറ്റിയ അവസരമാണ്. കിഴങ്ങുവർഗ ചെടികളായ കപ്പ, മധുരക്കിഴങ്ങ്, ചേമ്പ്, ചേന ഇവയെല്ലാം തന്നെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ നന്നായി വളരുന്നവയാണ്. കൂടാതെ വാഴകൃഷി, മസാല വിളകൾ എല്ലാം തന്നെ ഈ മൺസൂൺ സീസണിൽ നന്നായി വളർത്താവുന്നവയാണ്. എന്തൊക്കെയാണ് മൺസൂൺ കാലത്തുണ്ടാകുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും? ലക്ഷദ്വീപിലെ മൺസൂൺ കാലത്ത് ഉയർന്ന ഈർപ്പവും ചൂടും കാരണം വിവിധ കീടങ്ങളും രോഗങ്ങളും വേഗത്തിൽ വ്യാപിക്കാൻ അനുകൂല സാഹചര്യം രൂപപ്പെടുന്നു. അധിക ഈർപ്പം, വെള്ളക്കെട്ട്, കുറഞ്ഞ സൂര്യപ്രകാശം എന്നിവ മൂലം തെങ്ങ്, നമ്മുടെ ചക്ക,
പച്ചക്കറികൾ, വാഴ തുടങ്ങിയ വിളകളിൽ ഫംഗസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, കീടാക്രമണങ്ങൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്നു. വേര് അഴുകൽ, തൊണ്ട അഴുകൽ തുടങ്ങിയ രോഗങ്ങൾ വിളകളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ്. പച്ചക്കറികൾ, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, തെങ്ങിൻ തൈകൾ ഇതിലൊക്കെ ഈ രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. മണ്ണിൽ അധിക ഈർപ്പം, വെള്ളക്കെട്ട് തുടങ്ങിയവ കാരണം ഫംഗസ് ബാധ കാരണമാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇലകൾ മഞ്ഞ നിറമാവുക, വാടുക, വേരുകൾ അഴുകുക, മണ്ണിനോട് ചേർന്ന ഭാഗത്ത് തണ്ട അഴുകുക, സസ്യങ്ങൾ പെട്ടെന്ന് ഉണങ്ങുക തുടങ്ങിയവ. നല്ല നീരൊഴുക്ക് ഉറപ്പാക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കുക, ഉയർന്ന കൃഷിയിടങ്ങൾ ഉപയോഗിക്കുക, ട്രൈക്കോഡർമ, ബയോ ഫംഗിസൈഡുകൾ എന്നിവ ഉപയോഗിക്കുക, രോഗബാധിത സസ്യങ്ങൾ നീക്കം ചെയ്യുക, വിള പരിവർത്തനം നടത്തുക. ഇതൊക്കെ ഇതിൻ്റെ പ്രതിവിധികളാണ്. പ്രധാനമായി കാണുന്ന രോഗങ്ങൾ ഇതൊക്കെയാണ്. പ്രധാനമായും കാണുന്ന രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗവും ബ്ലൈറ്റ് രോഗവും. മുളക്, തക്കാളി, വഴുതിന, ഇലക്കറികൾ എന്നിവയെ ഇവ ബാധിക്കുന്നു. ഇലകളിൽ തവിട്ടു നിറമോ കറുത്ത പാടുകളോ കാണുന്നു. ഇലകൾ ഉണങ്ങുക, പ്രകാശ സംശ്ലേഷണം കുറയുക, ഇലകൾ നേരത്തെ വീഴുക. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധികൾ? രോഗബാധിത ഇലകൾ നീക്കം ചെയ്യുക, വായു സഞ്ചാരം വർദ്ധിപ്പിക്കുക, അമിത സാന്ദ്രത ഒഴിവാക്കുക, ശുപാർശ ചെയ്ത ഫംഗിസൈഡുകളോ ജൈവ നിയന്ത്രണ മാർഗങ്ങളോ ഉപയോഗിക്കുക, രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുക. മഴക്കാലത്ത് പ്രധാനമായും കാണപ്പെടുന്ന വേറെ കീടങ്ങളാണ് മുഞ്ഞ്, വെള്ളീച്ച, മീലിബഗ് തുടങ്ങിയവ. ഇവ തെങ്ങുകളെയും പച്ചക്കറികൾ, വാഴ, അലങ്കാര സസ്യങ്ങൾ എന്നിവയും ബാധിക്കുന്നു. ഇലകൾ ചുരുണ്ടുപോവുക, മഞ്ഞ നിറമാകുക, ഇലകൾ ഒട്ടിയ ദ്രാവകം കാണുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. മഴക്കാലത്ത് കാണപ്പെടുന്ന മറ്റു ജീവികൾ ഏതൊക്കെയാണ്? മഴക്കാലത്ത് കാണപ്പെടുന്ന മറ്റ് ജീവികളാണ് ഒച്ചുകളും ചിപ്പിക്കീടങ്ങളും. ഇലക്കറികളെയും ചെറുതൈകളെയും എല്ലാം ഇത് ബാധിക്കുന്നു. ഇലകളിൽ തുളകൾ, ചെറുതൈകൾ നശിക്കുക, രാത്രികാല ആക്രമണം ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? പ്രതിവിധിയായി കൃഷിസ്ഥലം ശുചിയായി സൂക്ഷിക്കുക, പുല്ലുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, ചാരം അല്ലെങ്കിൽ ചുണ്ണാമ്പ് ഉപയോഗിച്ച് തടസ്സം സൃഷ്ടിക്കുക തുടങ്ങിയവ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മഴക്കാലത്ത് സ്വീകരിക്കേണ്ട പൊതുവായ പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നല്ല നീരൊഴുക്ക് ഉറപ്പാക്കുക, ഉയർന്ന കൃഷിയിടങ്ങൾ ഉപയോഗിക്കുക, സസ്യങ്ങൾ അമിതമായി അടുക്കി വളർത്തുന്നത് ഒഴിവാക്കുക, വിള പരിവർത്തനം നടത്തുക, ആരോഗ്യമുള്ള വിത്തുകളും തൈകളും ഉപയോഗിക്കുക, ജൈവവളം ശരിയായി പ്രയോഗിക്കുക, സ്ഥിരമായി കൃഷിസ്ഥലം പരിശോധന നടത്തുക, സംയോജിത കീടനിയന്ത്രണം സ്വീകരിക്കുക, സാധ്യമായിടത്ത് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുക. ലക്ഷദ്വീപിലെ സാഹചര്യത്തിൽ മഴക്കാല കീടരോഗ നിയന്ത്രണം വളരെ പ്രധാനമാണ്. കാരണം ഉയർന്ന ഈർപ്പം നിലനിൽക്കുന്നു, കനത്ത മഴ ലഭിക്കുന്നു, തെങ്ങിനെ ആധാരമാക്കിയ കൃഷിയാണ് കൂടുതലായി ഉള്ളത്, വെള്ളക്കെട്ട് എളുപ്പത്തിൽ ഉണ്ടാകുന്നു. പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികൾ അനിവാര്യമാണ്. രാസവളങ്ങൾക്ക് പകരം എന്തൊക്കെ പ്രകൃതിദത്ത മാർഗങ്ങൾ ഉപയോഗിക്കാം? രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ഒഴിവാക്കുന്നതിനുമായി വിവിധ ജൈവവളങ്ങളും പ്രകൃതിദത്ത പോഷക സ്രോതസ്സുകളും ഉപയോഗിക്കാം. ഇവ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയും ജൈവവസ്തു കൂട്ടുകയും ഗുണകരമായ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. രാസവളങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ജൈവവളങ്ങളാണ് ചാണകവളം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചവളം, ചകിരിയും ഓലയും ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്. ജൈവവളങ്ങളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജൈവവളങ്ങളുടെ പ്രധാന ഗുണങ്ങളാണ് സ്വാഭാവികമായി മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, ജലം പിടിച്ചു നിർത്താനുള്ള ശേഷി കൂട്ടുന്നു, ഗുണകരമായ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, മണ്ണിലെ മലിനീകരണം കുറയ്ക്കുന്നു, ദീർഘകാല മണ്ണാരോഗ്യം ഉറപ്പാക്കുന്നു, പരിസ്ഥിതിക്കും മനുഷ്യാരോഗ്യത്തിനും സുരക്ഷിതമാണ്. ഈ മാർഗം സ്ഥിരതയുള്ള പ്രകൃതി കൃഷിക്ക് അനുയോജ്യമാണ്. കമ്പോസ്റ്റ്, ചാണകവളം, വെർമി കമ്പോസ്റ്റ്, പച്ചവളം, ജൈവവളങ്ങൾ, വേപ്പിൻ പിണ്ണാക്ക്, പഞ്ചഗവ്യം, ജീവാമൃതം തുടങ്ങിയവ ഉപയോഗിക്കുന്നതിലൂടെ രാസവളങ്ങളിലേക്കുള്ള ആശ്രയം കുറയ്ക്കുകയും ലക്ഷദ്വീപിൽ സ്ഥിരതയുള്ള കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വീട്ടുവളപ്പിൽ മഴക്കാല കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാനുള്ളത്? ലക്ഷദ്വീപിലെ മേൽക്കൂര കൃഷി അഥവാ റൂഫ് ടോപ്പ് ഗാർഡൻ നടത്തുന്ന കർഷകർക്കും കുടുംബങ്ങൾക്കും മൺസൂൺ കാലത്ത് പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, വെള്ളക്കെട്ട്, കീടരോഗബാധ എന്നിവയിൽ നിന്ന് സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ശരിയായ പരിപാലനം അനിവാര്യമാണ്.
ഇത് സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും തുടർച്ചയായ പച്ചക്കറി ഉൽപ്പാദനത്തിനും സഹായകരമാണ്. മൺസൂൺ കാലത്തെ റൂഫ് ടോപ്പ് ഗാർഡൻ പരിപാലന നിർദ്ദേശങ്ങൾ: ഗ്രോ ബാഗുകൾ, ചട്ടികൾ, മറ്റ് കണ്ടെയ്നറുകൾ എന്നിവയിൽ ആവശ്യമായ ഡ്രെയിനേജ് തുളകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. മേൽക്കൂരയിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ചാലുകൾ സ്ഥിരമായി ശുചീകരിക്കുക. അതിശക്തമായ മഴക്കാലത്ത് താൽക്കാലിക മഴക്കവചം, ഷേഡ് നെറ്റ് അല്ലെങ്കിൽ സുതാര്യമായ കവറുകൾ ഉപയോഗിക്കുക. ചട്ടികളും ഗ്രോ ബാഗുകളും ഉറപ്പിച്ച് സ്ഥാപിക്കുക. വെള്ളിവർഗ സസ്യങ്ങൾക്ക് ശക്തമായ താങ്ങുകൾ നൽകുക. ഭാരം കുറഞ്ഞ പാത്രങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിവെക്കുക. മഴയുള്ള ദിവസങ്ങളിൽ ജലസേചനം കുറക്കുക. ചട്ടികളുടെ അടിയിൽ സ്റ്റാൻഡുകളോ ഇഷ്ടികകളോ ഉപയോഗിച്ച് നീരൊഴുക്ക് മെച്ചപ്പെടുത്തുക. കനത്ത മഴയ്ക്ക് ശേഷം അധിക ജലം ഉടൻ നീക്കം ചെയ്യുക. മൺസൂൺ കാലത്തെ ഉയർന്ന ഈർപ്പം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? മൺസൂൺ കാലത്തെ ഉയർന്ന ഈർപ്പം കാരണം ഇനിപ്പറയുന്ന പ്രശ്നങ്ങൾ വർദ്ധിക്കാം: ഫംഗസ് രോഗങ്ങൾ, ഇലപ്പുള്ളി രോഗം, വേരഴുകൽ, മൂഞ്ഞ്, ഒച്ചുകൾ എന്നിവയുടെ ആക്രമണം. കാലാവസ്ഥാ വ്യതിയാനം മഴക്കാല കൃഷിയെ ബാധിക്കാറുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം ദ്വീപുകളിലും കൃഷിയെ ബാധിക്കാറുണ്ട്. പുതുതായി കൃഷിയിലേക്ക് എത്തുന്ന യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? കാർഷിക രംഗത്തേക്ക് ഇറങ്ങുന്നത് വളരെ ലാഭകരമായ ഒരു കാര്യമാണ്. എന്നാൽ കാലാവസ്ഥ, കീടങ്ങൾ, വിപണി വില എന്നിവയെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു ബിസിനസ് കൂടിയാണിത്. പരമ്പരാഗതമായ ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് മാറി കൃത്യമായ വിവരങ്ങളുടെയും ശാസ്ത്രീയ ആസൂത്രണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ് ആദ്യത്തെ ഏതാനും വർഷങ്ങളിൽ വിജയിക്കാനുള്ള പ്രധാന വഴി. ഈ മേഖലയിലേക്ക് ചുവടുവെക്കുന്നവർക്കായി ആദ്യം പറയാനുള്ളത്, ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് മണ്ണിനാണ്. തുടക്കക്കാർ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് തങ്ങൾക്ക് നടാൻ ഇഷ്ടമുള്ള വിളകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്നാൽ നമ്മൾ മണ്ണറിഞ്ഞ് വേണം വിളകൾ തിരഞ്ഞെടുക്കാൻ. മണ്ണിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് മാത്രമേ വിളകൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. വിത്തുകളോ തൈകളോ വാങ്ങുന്നതിന് മുമ്പ് മണ്ണിൻ്റെ pH മൂല്യം, ലവണാംശം, പോഷകങ്ങളുടെ അളവ്, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മറ്റ് സൂക്ഷ്മമൂലകങ്ങൾ എന്നിവ പരിശോധിക്കുക. ദ്വീപുകളിലേത് മണൽ കലർന്ന മണ്ണാണ്. ഈർപ്പവും പോഷകങ്ങളും നിലനിർത്തുക എന്നതാണ് പ്രധാന വെല്ലുവിളി. വലിയ രീതിയിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പ് ജൈവവളങ്ങളും പച്ചിലകളും ചേർത്ത് മണ്ണ് ഫലഭൂഷ്ടമാക്കാൻ മുൻഗണന നൽകുക. പരമ്പരാഗത കൃഷി പലപ്പോഴും ഊഹങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. എന്നാൽ ആധുനികവും സുസ്ഥിരവുമായ കൃഷി കൃത്യമായ കണക്കുകളിലും മികച്ച പരിപാലനത്തിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായ കൃഷി രീതിയിലേക്ക് പുതിയ ചുവടുവെക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് മാറേണ്ടതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ചു വരുന്ന കൽപ്പേനി ദ്വീപ് സ്വദേശി ശ്രീമതി സാബിറ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീളാസുറാംബി. ഏവർക്കും നന്ദി, നമസ്കാരം.